വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു തക്കാളി വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി വഴുതനങ്ങയൊക്കെ എടുത്തു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. ഇത് മെഴുക്കുവരട്ടി വയ്ക്കാനും തീയൽ വയ്ക്കാനും മസാലയിട്ട് കറി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിത് അരിഞ്ഞ് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനൊരു കറയുണ്ട്. ആ കറയൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒന്ന് കീറിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഒരുപാട് മുറ്റിപ്പോകരുത്. മുറ്റിപ്പോയാൽ കൊള്ളത്തില്ല തോരനും മെഴുക്കുവരട്ടിയൊന്നും വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഈ പരുവത്തിന് എടുക്കണേ. ഇത് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ ചോറൊക്കെ കെട്ടി പൊതിച്ചോറൊക്കെ തന്നു വിടുമ്പോഴത്തേനും അതിനകത്ത് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് തരുമായിരുന്നു. അന്ന് നല്ല ടേസ്റ്റായിരുന്നു. പിന്നീട് ഇത് വീട്ടിൽ നിന്നൊക്കെ അങ്ങ് പോയി. പിന്നെ ഇത് കിട്ടാനേ ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ തൊടുപുഴയിൽ കിങ്ങിണി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടുന്ന് നിൽക്കുന്ന കണ്ടുകൊണ്ട് ആ കടക്കാരോട് ചോദിച്ചപ്പോൾ അവർ തന്നതാണ്. ഇനി ഞാനിതെല്ലാം അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു സവോളയും 2 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച വഴുതനങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി കഴുകിയെടുക്കണം. ഇത് നല്ലതായിട്ട് കറയുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി കഴുകിയെടുക്കാം. അതായത് കണ്ടോ, കഴുകിയെടുക്കുമ്പോഴത്തേനും ആ കറയൊക്കെ അങ്ങ് പൊയ്ക്കോളും. ഈ കഴുകിയെടുത്തതിലേക്ക് ഞാനൊരു 2 പച്ചമുളകും ഒരു സവോളയും കൂടെ ഒന്ന് അരിഞ്ഞ് ഇടുവാണേ. ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. ഗ്യാസൊക്കെ ഓണാക്കി ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ കടുകും ഒരു 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി വഴുതനങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ടൊരു മൂടിയൊക്കെ വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. വഴുതനങ്ങയുടെ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് മൂടിയൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഇത്തിരിയും കൂടെ ഒന്ന് വേകാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ എടുത്തൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്നേ. വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്ന ആ തേങ്ങയില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കണം. തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ തേങ്ങയും കൂടെ ഒന്ന് വേകട്ടെ. നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റിന് ശേഷം ആ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. തേങ്ങയും ആ വഴുതനങ്ങയും ഒക്കെ നല്ലതുപോലെ വെന്ത് ഇരിപ്പുണ്ട്. അങ്ങ് കുഴഞ്ഞു പോകരുത് വഴുതനങ്ങ വെന്തിട്ട്. ഈ തക്കാളി വഴുതനങ്ങ കുഴഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഒരുപാടങ്ങ് വേകുകയും ചെയ്യരുത്, എന്നാൽ വേകുകയും ചെയ്യണം. ആ പരുവത്തിനിരിക്കണം. വെന്തു റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കോരി വയ്ക്കുവാണേ. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലാണ്. ഞാനിവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചു. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വഴുതനങ്ങ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇത് കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇതുപോലെ തന്നെയാണോ കറി വയ്ക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് കറി വയ്ക്കാറുണ്ടോ? അതും കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.